കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഡൽഹിയിലൊക്കെ കനത്ത മഴയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അർജുൻ പീതാംബരൻ അവിടുത്തെ വിവരങ്ങൾ പങ്കുവച്ചതാണ്. ഇനിയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. യമുന നദി കരകവിഞ്ഞതോടെയാണ് അവിടെ ഒരുപാട് ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. നോയിഡ, ഗാസിയാബാദ് അവിടെയൊക്കെ റെഡ് അലർട്ടാണ്. അർജുൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അർജുൻ, എന്താണ് സ്ഥിതി? ഇന്നലെയൊക്കെ അവിടുത്തെ സ്ഥിതികൾ വളരെ മോശമായിരുന്നു. ഇപ്പോഴും മഴ തുടരുകയാണോ? എത്ര ദിവസം ഈ ഒരു സാഹചര്യം തുടരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം? ദിവേഷ്, ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹിയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ സാധിക്കും. കാരണം നല്ല വെയിലാണ്, മഴക്കാറില്ല, മഴ മാറി നിൽക്കുന്നുണ്ട്. നഗരത്തിലെല്ലാം തന്നെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. യമുന നദി കരകവിഞ്ഞൊഴുകിയത് കൊണ്ട് നദീ തീരത്തുള്ളവർ ബുദ്ധിമുട്ടിലാണ്. അവരെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ടെൻറ്റുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 5000-ഓളം ആളുകൾ വരും. അതിന് കാരണം ഈ ഹരിയാനയിലെ ഹത്നികുണ്ട് അണക്കെട്ട് തുറന്നുവിട്ട് വലിയ തോതിൽ വെള്ളം വരുന്നതാണ്. അത് മഴയില്ലെങ്കിലും അത്തരത്തിൽ യമുനയിലേക്ക് നദീജലം കുതിച്ചെത്തും. മാത്രമല്ല ജലനിരപ്പ് വലിയ രീതിയിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിപ്പോഴും കൂടുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മജ്നു ഘാട്ടില, യമുന ഘാട്ട് പോലെ ഈ യമുന നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ളവരെ ആ കുടിലുകളിലേക്കെല്ലാം വീട് വെള്ളം കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 5000-ഓളം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, ഈ താൽക്കാലിക ടെൻറ്റുകളിലേക്കെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നഗരത്തിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ സാധിക്കും. മഴ മാറി നിൽക്കുകയാണ്. മഴ മുന്നറിയിപ്പ് നേരത്തെ യെല്ലോ അലേർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ യെല്ലോ അലേർട്ട് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, മഴ നാളെ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നോയിഡയിലും ഗാസിയാബാദിലും, അത് രണ്ടും ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ കീഴിൽ വരുന്നതാണ്. ഈ ദേശീയ തലസ്ഥാന മേഖലയുടെ കീഴിൽ വരുന്നതാണെങ്കിൽ പോലും ഉത്തർപ്രദേശിലാണുള്ളത്. അവിടെ റെഡ് അലേർട്ട് ഉണ്ട്, റെഡ് അലേർട്ട് തുടരുന്നുമുണ്ട്. പ്രത്യേകിച്ചും ഗാസിയാബാദിൽ നിലവിൽ മഴ ശമിച്ചു നിൽക്കുന്നു എന്നതാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ മഴ ഇനിയും കനത്തേക്കുമെന്ന സൂചന തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. യമുന നദി കരകവിഞ്ഞതാണ് ഡൽഹി നഗരത്തെ കുറച്ച് കുഴപ്പത്തിലാക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.